ഇനിയുള്ള നമ്മുടെ പരിപാടി ഇതെല്ലാം റീഫില്ല് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ അതാ കഴുകി തുടച്ച് വെച്ച പാത്രത്തിലേക്ക് ഞാൻ ഓരോന്നോരോന്നൊക്കെ ആയിട്ട് ഇട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മച്ചിയും കൂടി എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. പയർവർഗ്ഗങ്ങൾ വീട്ടിൽ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അപ്പോൾ അതാട്ടോ നമ്മൾ കൂടുതലും മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ രണ്ട് പരിപ്പുകൾ തമ്മിൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കി. പിന്നെ അമ്മച്ചി അതൊക്കെ ക്ലിയർ ചെയ്ത് തന്നു കേട്ടോ. നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഇട്ട് വെക്കുന്ന പാത്രങ്ങളുണ്ടല്ലോ, അത് നല്ലപോലെ കഴുകി തുടച്ച് ഉണക്കി എടുത്തിട്ട് വേണം കേട്ടോ യൂസ് ചെയ്യാനായിട്ട്. എല്ലാവരും എങ്ങനെയാണ് ചെയ്യണമെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഫില്ലാക്കിയതെല്ലാം സെറ്റ് ചെയ്ത് ഷെൽഫിലേക്ക് വെക്കുന്നുണ്ട്. ഈ ബോക്സസൊക്കെ ഞാൻ ആമസോണിൽ നിന്നാട്ടോ മേടിച്ചത്. എറൗണ്ട് ഒരു 500-600 ആ ഒരു റേഞ്ചിലാട്ടോ എനിക്ക് കിട്ടിയത്. ഓയിൽ ഇതായി ഒരു ബോട്ടിലാണ് വെക്കണത്. അങ്ങനെ അതും സെറ്റാക്കി വെച്ചു. പിന്നെ മുട്ട ഉണ്ടായിരുന്നത് ഈ ഒരു ബോക്സിലേക്ക് ആക്കി പുറത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് പച്ചക്കറികളാണ്. അത് ഞാനിങ്ങനെ ഓരോ ബോക്സസിലേക്ക് ആക്കി നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. സവാളയൊക്കെ നമ്മൾ പുറത്താട്ടോ വെക്കുന്നത്. പിന്നെ വെണ്ടയ്ക്കയും ബീൻസൊക്കെ ഇതേപോലുള്ള കുഞ്ഞു ബോക്സിലാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം സെറ്റായി. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ടാറ്റാ.